ഏതായാലും കഴിഞ്ഞതൊരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. ഏതായാലും അടുത്തത് നമ്മുടെ കുട്ടി പട്ടുമാൽ പാടാനായിട്ട് വരുന്നത് എൻ്റെ ഉപ്പ റൗണ്ടിൽ ആദിഷാണ്. സോ ലെറ്റ്സ് വെൽക്കം ആദിഷ്. അങ്ങനെ ആദിഷാണ് ഇനി കുട്ടി പട്ടുമാൽ എൻ്റെ ഉപ്പ റൗണ്ടിൽ പാടാൻ പോണേ. ആദിഷ് ആരാത്? ലക്ഷ്മിയാണോ? ആദിഷിനെ കാണാനില്ലേ? ഇല്ല. എന്ത് പറ്റി ആദിഷ്? കണ്ണ് കാണില്ല. കണ്ണ് കാണില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും ആദിഷ് ഇപ്പോഴേ ഒരു ക്യാരക്ടർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഉപ്പ റൗണ്ടിൽ ഉപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ട് പാടാനാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഏത് പാട്ടാ പാടാൻ പോണേ? കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്. ഓക്കെ, അത് നല്ല പോലെ മോന് പാടാൻ പറ്റട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ അച്ഛൻ്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അച്ഛനിവിടെ ഇരിക്കുന്നുണ്ട്, മോനിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഏതായാലും നല്ല പോലെ പാടൂട്ടോ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കൽപ്പിച്ചോരപ്പെരിക്കേകിയ മലർമൊട്ടെ, കൽവിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ്, കൽപ്പിച്ചോരപ്പെരിക്കേകിയ മലർമൊട്ടെ, കൽവിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ, മണ്ണിതിലുണ്ടായ വെണ്ണല്ലേ. കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ, മണ്ണിതിലുണ്ടായ വെണ്ണല്ലേ. താമരമിഴിയെന്നും തങ്കത്തിൻ കവിളിന്നും തപ്പുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ, തപ്പുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കൺമണി നിന്മലർപ്പൂമുഖം കാണാതെ കണ്ണടച്ചിടും ഞാനെന്നാലും. കൺമണി നിന്മലർപ്പൂമുഖം കാണാതെ കണ്ണടച്ചിടും ഞാനെന്നാലും. ഉമ്മാടെ കണ്ണാണ് ഉപ്പാടെ കരളാണ്, ഉള്ളിലെ മിഴികളാൽ കാണുന്നു ഞാൻ, ഉള്ളിലെ മിഴികളാൽ കാണുന്നു ഞാൻ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കൽപ്പിച്ചോരപ്പെരിക്കേകിയ മലർമൊട്ടെ, കൽവിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ്, കൽപ്പിച്ചോരപ്പെരിക്കേകിയ മലർമൊട്ടെ, കൽവിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. ആദിഷ് ചേച്ചി, നല്ലൊരു പാട്ടാണ് മോൻ പാടിയത്. നല്ല രീതിക്ക് അത് റെൻഡർ ചെയ്തു കേട്ടോ. എല്ലാവരുടെയും മനസ്സിലും തട്ടി നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ തിങ്ങി നിൽക്കുന്ന പോലെയാണ് മോൻ അത് പാടിയത്. അപ്പോൾ ഇനി നമുക്ക് ക്യാരക്ടറിൽ നിന്നൊന്ന് മാറാം. നീ കണ്ണു കാണുന്ന ആദിഷാവ അല്ലേ? ശരി, ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ.
ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും എൻ്റെ ഉപ്പ റൗണ്ടിലേക്ക് വരികയാണ്. എല്ലാവരും ആ ഒരു മൂടി തന്നെയാണെന്ന് അറിയാം. എന്നാൽ പോലും ആദിഷിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനെ നമുക്ക് വിളിക്കാം. വിളിക്കൂ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കൽപ്പിച്ചുറപ്പെനിക്കേകിയ മരമൊട്ടേ, കൽവിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ്. ആദിഷിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയൊക്കെ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഓരോ പാട്ട് കഴിയുമ്പോഴും ഓരോ ഓഫറായിരിക്കും. ഇന്നെന്താ ബാർബിക്യൂ ആണോ? ഷവായി. ഇന്ന് ഷവായിയാണ്. എന്നും ഉണ്ടല്ലേ നല്ലപോലെ പാടിക്കഴിഞ്ഞാൽ. അപ്പം അതിനു മുമ്പ് അച്ഛൻ്റെ പേരെന്താ? എൻ്റെ പേര് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ. അപ്പോൾ അച്ഛനെ കുട്ടിപ്പട്ടർമാലിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് ആദിഷിനെ എപ്പോഴും ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാറുള്ളത്? ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിക്കാറ്. ഓക്കെ. അപ്പോൾ ഏതായാലും അച്ഛൻ്റെ എത്രയധികം സപ്പോർട്ട് ഉണ്ട്, അച്ഛൻ മോനെ പറ്റിയിട്ട് നല്ലപോലെ ട്രെയിൻ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇനി ആദിഷിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ആൻറ്റിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആഗ്രഹം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഹസ്ബൻഡ് അടുത്ത് പറയുകയാണെങ്കിൽ അങ്കിൾ അത് എന്തായാലും സാധിപ്പിച്ചു തരും. എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ? ഒരാഗ്രഹമുണ്ട്. എന്താണ് ആ ആഗ്രഹം? മോനു LKG പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയിട്ടുള്ളത്. അന്ന് അച്ഛൻ പഠിപ്പിച്ച പാട്ട് അവർ രണ്ടുപേരും കൂടി പാടണം. പാടിയതല്ലേ സമയത്ത് സ്റ്റേജിൽ കയറി. എന്തായാലും ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കും. നല്ലൊരു ആഗ്രഹമാണ് കേട്ടോ പറഞ്ഞത്. നമുക്കൊന്ന് കുറേ വർഷം പിന്നോട്ട് പോവാ അല്ലേ? അപ്പൊ അങ്കിൾ ആ പാട്ട് ഓർമ്മയുണ്ടോ? രണ്ടുപേരും കൂടെ ആ പാട്ട് പാടും. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാര ഗാന നിർജരി കേട്ടു ധരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. നിങ്ങളുടെ ആഗ്രഹം ഇപ്പോ സഫലീകരിച്ചോ? സാധിച്ചു. ഒരുപാട് സഫലീകരിച്ചു അല്ലേ? എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങൾ രണ്ടുപേരും കൂടി ഇത്രയും നല്ലൊരു ഗാനം നമുക്കായി പാടി തന്നത്. എൻ്റെ ഒരു സംശയം, ഇനി അടുത്തത് കുട്ടി പട്ടുമാൽ എന്നല്ല ഉപ്പമാർക്കുള്ളൊരു പട്ടുമാൽ തുടങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കും കൂടെ ഉണ്ട്. കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് പാടുന്നത്. ഏതായാലും നമുക്കിനി നമ്മുടെ കമൻസ് അറിയാം, ചോദിക്കാം അല്ലേ? അപ്പം ആദിഷിൻ്റെ ഈ പാട്ടിനെ പറ്റി ആദ്യം നമുക്ക് ഫിറോസിക്ക. ഇതുപോലൊരു പ്ലാറ്റ്ഫോം എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതുപോലൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഞാനൊരു റിയാലിറ്റി ഷോ എന്നല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ മോൻ്റെ കൂടെ നിന്ന് ഇഷ്ടപ്പെടുന്ന പാട്ട് അച്ഛനും മോനും കൂടി ചേർന്ന് പാടാൻ ഒരു അവസരം ഇല്ല. കുട്ടിപ്പട്ടർമാലിൻ്റെ ഒരു പ്രത്യേകത തന്നെ, ഒരു പ്രത്യേകത തന്നെയാണ് അത് കിട്ടിയത് അല്ലേ? അത് കിട്ടിയത് നമ്മുടെ ബാപ്പ റൗണ്ടും നമ്മൾ അവിടെ ചേർന്ന് മക്കളോടൊപ്പം പാടാൻ കഴിഞ്ഞത് എല്ലാ ഉപ്പമാരുടെയും പ്രത്യേകിച്ച് ഈ അച്ഛൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അത് പിന്നെ നല്ലൊരു കാര്യം, അതിൽ വളരെ സന്തോഷം. പിന്നെ ആദിഷ്, പാട്ടിലേക്ക് വരാം. മുൻപ് ഇതുവരെ പാടിത്തന്ന പാട്ടുകളുടെ ഒന്നും ഒരു ക്വാളിറ്റിയിലേക്ക് ആദിഷിൻ്റെ ഇന്നത്തെ സിംഗിങ് ഉയർന്നില്ല. എന്നാൽ ചില പ്ലാനുകളൊക്കെ പട്ടപ്പട്ടാന്നായിരുന്നു വേണ്ടുന്നത്. പിന്നെ ചില പ്ലാനുകൾ ഇപ്പോൾ ഇതുപോലെയുള്ള 3-4 ഇതുപോലെയുള്ള സ്ലോ താളങ്ങളിലൊക്കെ പാടുമ്പോൾ ആദിഷ് ഏത് പാട്ടിലും ശ്രദ്ധിക്കേണ്ടത് ഒരു സ്പീഡി പ്ലാനുകൾ സ്പീഡായിട്ട് പാടണം. ചില സ്ലോയിൽ പാടി കാണിക്കേണ്ട പ്ലാനുകൾ പടപടപടപൂന്ന് അങ്ങോട്ട് പാടിപ്പോകുന്നു. അപ്പോൾ ആ പ്ലാനിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം എപ്പോഴും പ്ലാനുകളൊക്കെ അങ്ങനെ പഠിക്കുമ്പോൾ. പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ മോൻ്റെ ഒരു നിലവാരത്തിൻ്റെ അത് വെച്ചാണ് പറഞ്ഞത് ഇതുവരെ പാടിയ പാട്ടുകളുടെ. ഇതിൻ്റെ ഒന്നും അർത്ഥം നന്നായില്ല എന്നല്ല കേട്ടോ. മോനോട് ഈ പറഞ്ഞത് ഈ മാറ്റങ്ങളൊക്കെ ഇതിൽ കുറച്ച് ഉൾക്കൊണ്ട് പാടണം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. രഹനത്താ, നല്ലൊരു പാട്ട് കേട്ടാ. നല്ല എന്താ പറയുക, ഈ പാട്ട് വരുമ്പോഴും നോക്കിക്കോ ഒരുപാട് കോൾസ് വരും. കാരണം എല്ലാവർക്കും
ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണിത്. പിന്നെ വേറൊരു കാര്യം, മോൻ ഫസ്റ്റ് ഇപ്പം ഞാനൊക്കെ കരഞ്ഞൊരു സോങ് ഉണ്ടല്ലോ, അല്ലാജി, അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മോൻ അത് പാടിയതിൻ്റെ ശേഷം എന്നോട് പല സിംഗേഴ്സും എൻ്റെ അടുത്ത് ഇതിപ്പോൾ 2 ദിവസം മുമ്പ് കൂടി ചോദിച്ചു, ഞാനെന്താ അങ്ങനെ ഒരു പാട്ടല്ലേ അതിശ് പാടിയൊരു പാട്ട്, ഇപ്പം അത് വേദിയിൽ പല സിംഗേഴ്സും എടുത്ത് പാടുന്നു. പിന്നെ ചില സ്ഥലത്താണ് മോൻ്റെ ആ വോയിസിൻ്റെ ആ സ്ക്രാച്ചൊക്കെ ഫിറോസ്ക പറഞ്ഞില്ലേ, അങ്ങനെ സംഭവിച്ചു. ചെറിയൊരു പല്ലവിയിൽ ചെറിയൊരു ശ്രുതി, പക്ഷെ അത് ടഫായിട്ടുള്ള സോങ്ങാണ്. മോൻ പാടി ഇങ്ങനെയുള്ളത് വന്നു, അങ്ങനെ പോലും വരാറില്ല കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു റഹ്നത്ത. സജ്ല. ആതിഷിൻ്റെ അച്ഛൻ കുറച്ചൊന്നുമല്ല, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ആതിഷ് ഇവിടെ ഭയങ്കര കുറുമ്പനാണ്, അറിയാലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര കുറുമ്പ് കാണിച്ച് നടക്കുന്ന കുട്ടിയാണ്. പക്ഷേ പാട്ടിൻ്റെ സമയത്ത് എത്തുമ്പോഴേ ആ കുറുമ്പൊക്കെ മാറ്റിയിട്ട് വലിയൊരു സംഭവം തന്നെയാണ് പാട്ടിൻ്റെ കാര്യത്തിൽ കേട്ടോ. പക്ഷേ പറഞ്ഞല്ലോ, ഇപ്രാവശ്യം നമ്മളുടെ പഴയ ആതിഷിനെ കണ്ടില്ല. പല്ലവിയിൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു വേഴ്സറ്റൈൽ സിംഗർ തന്നെയാണ് ആതിഷ്. അതുതന്നെയാണ് ഈ കാലത്ത് വേണ്ടതും അല്ലേ എല്ലാവർക്കും. എല്ലാ പാട്ടും മോനെ നന്നായിട്ട് പാടുന്ന കുട്ടി തന്നെയാണ്. റഹനത്തെ പറഞ്ഞില്ലേ, കുറേ ആൾക്കാർ മോൻ്റെ പാട്ട് കേട്ടതിന് ശേഷം പാടാൻ തുടങ്ങിയെന്നുണ്ട്. ശരിയാണ് കേട്ടോ, ആ പാട്ടിന് ഭയങ്കര അഭിപ്രായമാണ്. ആ പാട്ടെന്ന് മാത്രമല്ല, അതിനുശേഷം പാടിയ പല പാട്ടിനെ കുറിച്ചിട്ടും എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആതിഷിൻ്റെ നമ്പറിന് വേണ്ടിയിട്ട് എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ആതിഷിൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രത്യേക കൺഗ്രാറ്റ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മോന് ആ ഒരു അറബിക് വേർഡ്സൊക്കെ പറയുന്നതില്ലേ, അത് ഈ മതത്തിലുള്ള കുട്ടിക്ക് ഇത്രയ്ക്കും ക്ലാരിറ്റിയോടെ പാടാൻ പറ്റുന്നുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതൊരു വലിയൊരു സംഭവം തന്നെയാണ് ആതിഷ്. ആ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് ആതിഷിൻ്റെ ആ ഒരു പെർഫോമൻസ് എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം. ഇനിയും ഇതുപോലെയല്ല, കഴിഞ്ഞ തവണത്തെ അതേ നിലവാരം പുലർത്തിക്കൊണ്ട് നെക്സ്റ്റ് ടൈം വരാം. ഓക്കെ, കുറുമ്പൊക്കെ കുറച്ച് മാറ്റി വെച്ചോളൂ. താങ്ക് യു സജ്ന, താങ്ക് യു ഓൾ ജഡ്ജസ്. ഇനി ആതിഷിന് റൗണ്ടിൽ എത്ര മാർക്സ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം റഹ്നത്ത, ഔട്ട് ഓഫ് 40 38.5. 38.5 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക. ആതിഷിന് 38.5. 38.5 again out of 40. Then Sajla. 20ൽ 18.5. Thank you Sajla, thank you all judges. അങ്ങനെ മോന്റെ ടോട്ടൽ സ്കോർ 95.5 out of 100 ആണ്. അപ്പോൾ ആതിഷ്, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമുക്ക് പണ്ടത്തെ ആതിഷായിട്ട് വീണ്ടും തിരിച്ചു വരണം കേട്ടോ. ഇതുപോലെയല്ല, പണ്ടത്തെ ആതിഷായിട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നമ്മുടെ കുട്ടിപ്പട്ടുമാലിലെ സൽക്കാരം റൗണ്ടിലേക്ക് നമ്മൾ ഒന്ന് ഫ്ലാഷ് ബാക്ക് ഓടിച്ചൊന്ന് പോവുകയാണെങ്കിൽ, അന്ന് എനിക്ക് രാത്രി 9 മണിയായപ്പോഴേക്കും വിശന്നപ്പോൾ പത്തിരി വരട്ടെ, ചിക്കൻ കറി വരട്ടെ എന്ന് പറഞ്ഞു തീർന്നപ്പോഴേക്കും രണ്ടും എൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇപ്പോൾ നല്ലൊരു മൈലാഞ്ചി പാട്ട് കേൾക്കാനുള്ളൊരു മൂഡാണ്. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ ഒരു മൊബൈൽ സെറ്റപ്പാണ് കേട്ടോ, ഒരു കല്യാണ അന്തരീക്ഷം തന്നെയാണ്. സോ എനിക്ക് നല്ലൊരു മൈലാഞ്ചി പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡാൻസേഴ്സ്, ഒരു ഡാൻസിങ് ട്രൂപ്പ് തന്നെ പോരട്ടെ. ഡാൻസേഴ്സ് എത്തി, പക്ഷേ ഡാൻസ് ചെയ്യണമെങ്കിൽ നല്ലൊരു പാട്ട് അല്ലെങ്കിൽ നല്ലൊരു സോങ് ബാക്കിങ് വേണം അല്ലേ. അപ്പോൾ ഒരു പ്രൊഫഷണൽ സിംഗറും കൂടെ പോരട്ടെ. നമ്മുടെ സജ്ല എത്തി. അപ്പോൾ ഇതിലും നല്ലൊരു മൈലാഞ്ചി പാട്ടോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് എൻജോയ്.